മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജീവിതത്തിൽ എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള 5 വാക്കുകൾ: കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക, ജീവിതത്തിൽ പകർത്തുക. ലിസണിംഗ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് പ്രാക്ടീസിങ്, അല്ലെങ്കിൽ ആൻഡ് ദെൻ പ്രാക്ടീസിങ്. ഈ 5 വാക്കുകൾ പല പ്രാവശ്യം ഞാൻ യൂട്യൂബിലും അല്ലാത്ത പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്. ജീവിതത്തിൽ നമ്മളെ നിലനിർത്തുന്നത് ഈ 5 വാക്കുകളാണ്. നമ്മളെ വളർത്തുന്നതും ഉയർത്തുന്നതും ഉണർത്തുന്നതും അതേപോലെ തളർത്തുന്നതും തകർക്കുന്നതും ഈ 5 വാക്കുകളാണ്. അതുകൊണ്ട് കേൾക്കുന്നത് ലിസണിങ്, കാണുന്നത് ചുറ്റുമുള്ളത് സിനിമയായാലും വ്യക്തികളുടെ ബിഹേവിയർ ആയാലും നമ്മളുടെ അടുത്ത ബന്ധുക്കളുടെ അകന്ന ബന്ധുക്കളുടെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ പറഞ്ഞു തരുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതും, രോഗികളുടെ അവസ്ഥ, അതുപോലെ ആരോഗ്യമുള്ളവരുടെ അവസ്ഥ, കൈക്കൂലിയും കള്ളപ്പണവും വയ്ക്കുന്നവരുടെ അവസ്ഥ, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുടെ തിന്മ ചെയ്യുന്നവരുടെ അവസ്ഥ, ഇത് നമ്മൾ നേരിട്ട് പോയിട്ട് പലപ്പോഴും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ കേട്ട് മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് കേൾക്കുക. ലിസണിങ്, വാച്ചിങ്, ചുറ്റുമുള്ളത് കാണുക. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്: കേൾക്കാനുള്ള മനസ്സില്ലായ്മ, കാണാനുള്ള മനസ്സില്ലായ്മ. അവരൊരു വീട്ടിൽ താമസിച്ചാൽ, അടുത്ത കാലത്ത് ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് പോയപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്നവര് മലയാളികളാണ്, ബോംബെയിൽ നിന്ന് വന്നവര്, ഹൈദരാബാദിൽ നിന്ന് വന്നവരെല്ലാം ചെറുപ്പക്കാരും. എൻ്റെ വീട്ടിലാണ് അവര് രാത്രി തങ്ങിയതും കുളിച്ചതും ഡ്രസ് ചെയ്തതുമെല്ലാം. നല്ല പൂരി വെയിലാണെന്നറിയാം, കിണറ്റിൽ വളരെ കുറച്ച് വെള്ളമുള്ളൂ എന്നറിയാം. അതൊന്നും അവരെ ബാധിക്കണില്ല. അവർ മോട്ടോർ ഓൺ ചെയ്തു, അത് കത്തിപ്പോയി. അതിലവർക്കൊരു ഫീലിംഗ് ഇല്ല. എല്ലാ ലൈറ്റും ഫാനും ഓൺ ചെയ്തു. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ പോയി. ബാത്റൂമിലെ ടാപ്പുകളെല്ലാം ഓണാണ്. വെള്ളവും ടാങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തീർന്നു. അതിലൊന്നും അവർക്ക് ബോധറേഷനേ ഇല്ല, യാതൊരു ബോധറേഷനും ഇല്ല. അപ്പൊ നമ്മൾ ഈ ചുറ്റും നടക്കുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുകയോ അതിനെക്കുറിച്ച് അല്പമെങ്കിലും ഒന്ന് ചർച്ച ചെയ്യുകയോ ചെയ്തതിനെക്കുറിച്ചും ചെയ്യുന്നതിനെക്കുറിച്ചും ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കുകയോ ചെയ്ത് അതിൽ നിന്ന് നന്മകൾ ഉൾക്കൊള്ളാതെ എങ്ങനെയാ ഒരു വ്യക്തി മുമ്പോട്ട് പോവുക? ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രലില് ഒന്ന് ഉയരുമ്പോൾ 1ാമത്തെ ഗിയർ, 2ാമത്തെ ഗിയർ, 3ാമത്തെ ഗിയർ, 4ാമത്തെ ഗിയർ, 5ാമത്തെ ഗിയർ. അതല്ലേ വളർച്ചയും ഉയർച്ചയും. ഒന്നിൽ തന്നെ നിന്നാൽ എങ്ങനെ ഇരിക്കും? ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. കഴിയുന്നത്രയും നിങ്ങൾ കേൾക്കണം. 70 മിനിറ്റ് കേൾക്കാനും 30 മിനിറ്റ് സംസാരിക്കാനും ടീച്ചേഴ്സ് ഒഴികെ ഉള്ളവരുടെ റൂളാണ് ഇത് പറഞ്ഞത്. അങ്ങനെ കേൾക്കേണ്ടതാണ്, അങ്ങനെ കാണേണ്ടതിനെ കുറിച്ചാണ്, അത് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ് വേദത്തിലെ ശാന്തി മന്ത്രം നമ്മളോട് പറയുന്നത്. വേദത്തിലെ ശാന്തി മന്ത്രം നമ്മളോട് പറയുന്നത് കേൾക്കുന്നതിനെക്കുറിച്ചും കാണുന്നതിനെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും. ഇതാണ് വേദ സന്ദേശം. ഇതാണ് അൾട്ടിമേറ്റ് മാനേജ്മെന്റ് മെസ്സേജ് എന്ന് പറയുന്നത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. അതിന്റെ അർത്ഥം സംസ്കൃതത്തിൽ തന്നെ പറയാം: അസ്മാകം കർണേഭിഹി, ഞങ്ങളുടെ ചെവികളിലൂടെ. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് ഞാനായിരിക്കാം, സിംഗുലർ ആയിരിക്കാം, പക്ഷെ അഭ്യർത്ഥിക്കുന്നത് പ്ലൂരലാണ്. ഞങ്ങളുടെ ചെവികളിലൂടെ ഭദ്രം കർണേഭി ഹേ ദേവ ശൃണുയാമ. അസ്മാകം കർണേഭി ഹേ ദേവ, അല്ലെങ്കിൽ വയം ഭദ്രമേവ കർണേഭിഹി ശൃണുയാമ. ഞങ്ങള് നന്മ നിറഞ്ഞത് ചെവികളിലൂടെ കേൾക്കുവാനിട വരട്ടെ.
അതിൻ്റെ അർത്ഥം ചുറ്റുപാടുകളിൽ നന്മ നടന്നാലേ നന്മകളെ കേൾക്കാൻ സാധിക്കുള്ളൂ. കമ്പനിയിൽ നന്മ നിറഞ്ഞ കാര്യങ്ങൾ നടന്നാലേ മാനേജർക്കും ഡയറക്ടർക്കും ചെയർമാനും നന്മകളെ കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ചുറ്റുപാടും നന്മകൾ നടക്കണം, എങ്കിലേ അതിൽ നിന്നുള്ള വാർത്തകൾ, ന്യൂസുകൾ, ഇൻഫർമേഷൻ അസ്മാകം കർണേബി മമ കർണേബിഹി അല്ലെങ്കിൽ വയം ഭദ്രമേവ കർണേബിഹി ശൃണുയാമ. ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുക. ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ വയം അക്ഷഭിർ ഭദ്രമേവ പശ്യാമ. ഞങ്ങളുടെ കണ്ണുകളിലൂടെ മംഗളകരമായിട്ടുള്ളത് കാണുവാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ റിക്വസ്റ്റ് ചെയ്യുന്നത് പ്ലൂരലാണ്, ഞങ്ങൾ എന്നുള്ളതാണ്. നന്മ നിറഞ്ഞത് കേൾക്കാൻ, നന്മ നിറഞ്ഞത് കാണാൻ. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഗം. നല്ലൊരു സന്ദേശമാണ്. സ്ഥിരൈരംഗൈഹി ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് സ്ഥിരൈരംഗഹി തുഷ്ടുവാകം സസ്തനൂഭിഹി, ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് ചൈതന്യവത്തായ ശരീരം കൊണ്ട്, ആരോഗ്യമുള്ള അവയവങ്ങളാൽ ചൈതന്യവത്തായ ശരീരം കൊണ്ട് തുഷ്ടുവാകം സസ്തനൂഭിർ വ്യശേമ ദേവഹീതം യദായുഗം. ഈശ്വരീയമായ പോസിറ്റീവായിട്ടുള്ള നന്മകൾ മാത്രം. പോസിറ്റീവായിട്ടുള്ള നന്മകൾ എന്ന വാക്കിന് അർത്ഥമുണ്ട്. കള്ളന്റെ കൂടെ നിന്ന് കള്ളത്തരം ചെയ്യുന്നത് കള്ളൻ അത് നന്മയായിരിക്കാം. കള്ളന്റെ കൂട്ടത്തിൽ നിന്ന് കള്ളത്തരം ചെയ്യുന്നത് കള്ളൻ അത് നല്ലതാണ്, പക്ഷെ ഇത് പോസിറ്റീവായിട്ടുള്ള നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവായിട്ടുള്ള നന്മകൾ എന്ന് എടുത്തു പറഞ്ഞത്. നന്മകൾ ചെയ്യുന്നത് ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം. എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സെഞ്ചുറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ചുറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ ദിവസം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഇതേ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. How long we are living, how long you are living, how long you lived, how long you will be living, not important. എത്ര കാലം ജീവിച്ചു, എത്ര കാലം ജീവിക്കും, എത്ര കാലം ജീവിക്കുന്നു, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഹൗ യു ആർ ലിവിങ്, എങ്ങനെ ജീവിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ്. ഹൗ യു ആർ ലിവിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതാണ് സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഹു. യദായുഹു എത്ര കാലം നമുക്ക് ആയുസ്സുണ്ടോ അറിഞ്ഞൂടാ. ദേവഹിതങ്ങളായ നന്മ നിറഞ്ഞതായ ഈശ്വരീയമായ കർമ്മങ്ങള് തനൂഭിഹി ഈ ശരീരം കൊണ്ട്, സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനൂഭിഹി ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മകൾ ചെയ്യുക. ആ നന്മകള് 21-ാം നൂറ്റാണ്ടില് 2017 നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എവറി ഇന്ത്യൻ, എവറി ഹിന്ദു ഹാസ് ഗോട്ട് ഗുഡ് ഇൻ ദെയർ ലൈഫ്. ഞാൻ ഹിന്ദു എന്ന വാക്ക് പറയാൻ കാരണം അല്ലാത്തവർ അവരുടെ മതത്തിനും അവരുടെ കൂട്ടത്തിലുള്ളവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാതെ മാറി നിന്ന് സംശയങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആവരുത് എന്ന അർത്ഥത്തിൽ, ആണ് എന്ന അർത്ഥത്തിലല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അത് നമ്മളുടെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മനസ്സിന് നന്മ വരുത്തുന്നതാണെങ്കിൽ അത് ചെയ്യുക. ശരീരത്തിന് സ്ഥിരമായിട്ടുള്ള ആരോഗ്യം വരുത്തുന്നതാണെങ്കിൽ അത് ചെയ്യുക. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരും ബന്ധപ്പെടാത്തവരുടെയും കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ആരോഗ്യപരമായിട്ടോ സാധിക്കുമെങ്കിൽ ഇൻവോൾവ് ഇൻ ദാറ്റ്. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും അശരണർക്കും, വേദനിക്കുന്നവർക്കും വൃദ്ധർക്കും അനാഥർക്കും അശരണർക്കും രോഗികൾക്കും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ശബരിമലയിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുക, സ്വർണ്ണക്കൊടിമരത്തിന് പൈസ കൊടുക്കുക, ഇഷ്ടം മാതിരി വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അതൊക്കെ ഒഴിവാക്കുക. ആനയുടെ സ്പോൺസർഷിപ്പ്, വെടിക്കെട്ടിന്റെ സ്പോൺസർഷിപ്പ്, ഇതെല്ലാം ഒഴിവാക്കുക. അമ്പലത്തിന് വേണ്ടിയിട്ട് ധന്യമായിട്ട് ചെയ്യണം, ഒരു സംശയമില്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരശില അമ്പലമാണ്. പക്ഷേ ആഡംബരങ്ങളില്ലാതെ ഗംഭീരമായിട്ട് അമ്പലത്തിനെ ഒരു ക്വാണ്ടം ഹീലിംഗ് സെന്റർ ആക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കണം.
എനർജൈസേഷൻ സെന്റർ ആക്കുന്ന വിധത്തില് അതെല്ലാം നമ്മുടെ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനൂപിർവേശേമ ദേവഹീതം യഥായു. ഈ മന്ത്രം നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളും പഠിക്കണം. ഒന്നുകൂടി പറയാം, ഏത് ഉപനിഷത്ത് എടുത്താലും മിക്കവാറും അതിനകത്തത് ഉണ്ടാവും. അഥർവവേദ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്ര ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. എഴുതിയെടുത്തോ, ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. മംഗളകരമായിട്ടുള്ളത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുമാറാകണമേ ജഗദീശ്വര. ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ. ഞങ്ങളുടെ ചൈതന്യവത്തായ കണ്ണുകളാൽ മംഗളകരമായിട്ടുള്ളത് കാണുവാനിട വരുത്തേണമേ. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാഗംസ. സ്ഥിരൈ അംഗൈഹി തുഷ്ടുവാഗംസ. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന, ചൈതന്യവത്തായി നിൽക്കുന്ന തനൂഭിഹി ശരീരങ്ങളാൽ ദേവഹീതം യഥായു. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാഗംസസ്തനൂഭിർ വ്യശേമ ദേവഹീതം യഥായു. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് നിലനിൽക്കാൻ ആയുസ്സുള്ളയിടത്തോളം കാലം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉപനിഷത്തിലെ ശാന്തി മന്ത്രം പഠിച്ചു. പ്രണാമം, നമസ്കാരം.